ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് റമദാനിലെ മൂന്നാമത്തെ വ്ളോഗാണ്. രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ട്. പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അഫ്ഗാനി ചിക്കൻ റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അലക്കാനുള്ളതൊക്കെ മെഷീനിലിട്ടു. പിന്നെ വെള്ളപ്പത്തിന് അരച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെടികളൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവച്ചിരുന്നു നനക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടാണല്ലോ അപ്പോൾ ഒരു 3 ദിവസം ആകുമ്പോഴെങ്കിലും ഒന്ന് പുറത്ത് കൊണ്ടുവച്ച് നനക്കണം. എന്നാൽ ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കുള്ളൂ. മണ്ണൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 5-6 ദിവസമൊക്കെ കൂടുമ്പോഴേ ഞാൻ നനക്കലുള്ളൂ. ഇപ്പോൾ 3 ദിവസം കൂടുമ്പോൾ എന്തായാലും ഒന്ന് പുറത്ത് കൊണ്ടുവച്ച് നനക്കണം. പുറത്ത് വെച്ച് നമ്മൾ നനക്കുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഇലകളിലൊക്കെ നനയുന്ന രീതിയിൽ നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി നല്ല ഫ്രഷ് ആയിരിക്കും. ഇത് സാൻസവേരിയാണ്. സാൻസവേരിയക്ക് പിന്നെ 2 ആഴ്ച 1 മാസം വരെ നനച്ച് കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. പിന്നെ എല്ലാ ചെടികളും നനക്കുമ്പോൾ അതിനും കൂടെ നനച്ച് കൊടുക്കും. അപ്പോൾ ചെടികളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ച് കിച്ചണിലെ ചെടികൾ ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ ഒന്ന് നനച്ച് കൊടുക്കട്ടെ. പുറത്ത് കൊണ്ടുപോയിട്ട് തന്നെയാണ് കേട്ടോ നനച്ച് കൊടുക്കൽ. നമ്മൾ സാൻസവേരിയയിൽ 2 ബേബി പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞു പ്ലാന്റുകൾ. അപ്പോൾ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിലാണ് ഇടയ്ക്ക് നമ്മളൊന്ന് പുറത്ത് കൊണ്ടുപോയി വെച്ചാലേ അത് നല്ല ലഷായിട്ടും നല്ല ഫ്രഷ്നെസ്സിൽ ഇരിക്കുള്ളൂ. പുറത്തുനിന്നുള്ള കാറ്റും വെളിച്ചമൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ കൂടുതലും മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസ് തന്നെയാണ് ഞാൻ ഇൻഡോറിൽ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണല്ലോ എല്ലാ വെറൈറ്റീസും കാണാൻ. പിന്നെ ഇൻഡോറിൽ നല്ല അടിപൊളിയായിട്ട് വളരും ചെയ്യും. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഫെർട്ടിലൈസറൊക്കെ ഒന്ന് കൊടുത്താൽ മതി. നമ്മൾ പാലിൻ്റെ കവറുണ്ടല്ലോ, അത് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അരി കഴുകിയ വെള്ളം, പയറ് കഴുകിയ വെള്ളം, അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുത്താലും മതി. ഇത് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം മാറ്റി വെച്ച് കൊടുക്കുക. അതിന് നമുക്ക് ഇടയ്ക്കൊന്ന് പുറത്ത് കൊണ്ടുപോയി വെക്കാം. അകത്ത് വെച്ച് നനച്ച് കൊടുക്കുന്നത് കാണാൻ ഇങ്ങനെ ഭംഗിയാണ്. പക്ഷെ ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. നനച്ച് കൊടുക്കുമ്പോൾ ചുറ്റുഭാഗത്തും പോട്ടിലൊക്കെ വെള്ളമാവും. അപ്പോൾ പുറത്ത് കൊണ്ട് വെച്ച് നനയ്ക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ലിക്വിഡാണ് കേട്ടോ. ഒരു 10 ലിറ്ററോളം ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. വാങ്ങണ ആ ലിക്വിഡിൻ്റെ അത്ര തന്നെ കട്ടില്ല, എന്നാലും നല്ല അടിപൊളി ലിക്വിഡ് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചായി ഉണ്ടാക്കിയിട്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ വീഡിയോ ചെയ്യാതെ വിചാരിച്ചിട്ട് കുറേ കാലം ഞാൻ ഇങ്ങനെ നിന്ന്, പക്ഷേ വീഡിയോ ചെയ്യാതിരിക്കല്ലായിരുന്നു അതുവരെ. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കി. ഇനി വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യണ്ട്. ഇതുപോലെ ഡിഷ് വാഷ്, സോപ്പ് ഒക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. സോപ്പും കൂടെ ഉണ്ടാക്കണം എന്നുണ്ട്, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാട്ടോ. പിന്നെ ഗാർഡൻ കാണിക്കോ, സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗാർഡൻ ഞാൻ കാണിക്കണ്ട്. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇനി നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ സോൾട്ടൊക്കെ തീർന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബോട്ടിലൊന്ന് ഫില്ല് ചെയ്ത് വെക്കുകയാണ്. ഇതുപോലെ നമ്മൾ എന്തിൻ്റെ ആണെങ്കിലും തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ ജാറുകളൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് വീണ്ടും ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ബോട്ടിലൊക്കെ എന്നും നല്ല പുതിയതുപോലെ ഇരിക്കും. എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇന്ന് നമ്മൾ അഫ്ഗാനി ചിക്കനും വെള്ളപ്പമാണ് ഉണ്ടാക്കുന്നത്, പാലപ്പം എന്നൊക്കെ പറയല്ലേ. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവർ ഒരിക്കലെങ്കിലും ഉണ്ടാക്കണം, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കും ചെയ്യാം. അപ്പോൾ അതിലേക്ക് 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോയിൽ കൂടുതൽ വരുന്നുണ്ട്. ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഫുൾ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ്. അത് കൈവച്ചിട്ട് നല്ലോണം പൊടിച്ച് ഇട്ട് കൊടുക്കുക.
പിന്നെ ഒരു 1/2 കപ്പ് യോഗട്ട് എടുത്തിട്ടുണ്ട്. പുളി ഇല്ലാത്ത തൈര് എടുക്കണം കേട്ടോ. പുളിയുള്ള തൈര് എടുക്കുമ്പോൾ അതിന് പുളി കൂടിപ്പോവും. ഇനി ഇതിലേക്ക് നമുക്കൊരു ഗ്രീൻ മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കൈപ്പിടി നിറയെ മല്ലിയില എടുത്തിട്ടുണ്ട്. അത്ര തന്നെ പുതിനയില എടുത്തിട്ടില്ല. 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ സവാള, 5 പച്ചമുളക്, നല്ല എരിവുള്ള 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇതിൽ നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ. മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കണില്ല. ഇനി നമുക്ക് ഒരു 12 കാഷ്യൂനട്ട് വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഈ മസാല നമ്മൾ മാറ്റിവെച്ച ചിക്കനിൽ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ. ഇനിയിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഒരു 11 മണിക്ക് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് റംസാനിലൊക്കെ രാവിലെ തന്നെ ഈ ചിക്കനൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരത്ത് ചൂടോടെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 9:30 മണിയൊക്കെ ആകുമ്പോഴാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോയിൽ ഞാൻ നേരത്തെ കാണിക്കുകയാണ്. റെസിപ്പിയൊക്കെ വേണ്ടവർക്ക് ഇങ്ങനെ കാണുമ്പോൾ ഈസി ആയിട്ട് നോക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഓയിലോ ബട്ടറോ ഒഴിച്ചെടുക്കാം. ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി ആ ചിക്കനുള്ള മസാലയൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് ചിക്കന് മാത്രമായിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 1/4 വേവാവുന്നത് വരെ ചിക്കനൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുക. ഒരു 3-4 മിനിറ്റ് ഇട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ വേവിട്ടാൽ വേഗം വെന്ത് കിട്ടും. ചെറിയ കഷ്ണങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ ചെറിയ കഷ്ണങ്ങളാണ് ഇട്ടത്. വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി ബാക്കി വന്ന ആ അരപ്പുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ആ പാത്രത്തിൽ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ച് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ അഫ്ഗാനി ചിക്കൻ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ചെയ്തിട്ടാണ്. ഇതുവരെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തത്. കുറച്ചും കൂടി ഗ്രേവി വേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ടെടുക്കാം, കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ അത് വെള്ളപ്പത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, നാനിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് ഈസിയാണ് ഉണ്ടാക്കാൻ. രാവിലെ മസാലയൊക്കെ സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചൂടോടെ ഉണ്ടാക്കിയെടുക്കട്ടോ. ഈസിയാണല്ലോ ഉണ്ടാക്കാൻ. നമ്മൾ ചിക്കനൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണ്. നല്ല ഇളയ ചിക്കനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുകയും ചെയ്യും. വേഗം റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ഇടട്ടാ. അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻസും ഒക്കെയാണ് നമുക്ക് വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു പ്രചോദനം തരുന്നത്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കനൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചതിന് ശേഷം ചെയ്ത ബാക്കി പരിപാടികളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നല്ല അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ സാധാ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് കഴിക്കുന്നതിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ 1/2 ലിറ്റർ പാലിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 100 ml കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തത്. നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 100 ml കറക്റ്റ് മധുരമാണ് കേട്ടോ. മധുരം ഓവറും ഇല്ല കുറവും ഇല്ല. ഇനി നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ ഫുള്ളായിട്ട് കസ്റ്റേർഡാണ്. പിന്നെ നമ്മളിതാ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇത് ബദാം മിക്സ് ആണ് കേട്ടോ. ഇത് ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. ഇതും 2 ടീസ്പൂൺ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ കുറച്ച് പാലോ വെള്ളമോ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ഈ ബദാം മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കസ്റ്റാർഡിന് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഒരു വ്യത്യസ്ത ടേസ്റ്റ് ഉണ്ടായിരിക്കും. കസ്റ്റാർഡ് കുടിക്കുമ്പം എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് തോന്നിട്ട് അത് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക.
കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ബദാം മിക്സ് നല്ല ടേസ്റ്റാണ്, എനിക്ക് അതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിവിടെ നമ്മൾ പാലിലൊക്കെ ചേർത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ്. നിച്ചുവിനൊന്നും പാലൊറ്റ കുടിക്കണ ഇഷ്ടമല്ല, അപ്പോൾ അത് പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മളെ കസ്റ്റാർഡൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് എടുക്കാം. പിന്നെ തണുക്കുമ്പോൾ അതൊന്നും കൂടെ കട്ടായി വന്നോളും. ഇനി നമ്മൾ ചെമ്മീൻ വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ്റെ തല മാറ്റിയിട്ട് വാല് മാത്രം അതിൽ നിർത്തിയിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കട്ടോ. അതായത് ഇതുപോലെ വാല് വെച്ചിട്ടുണ്ട്, തലൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം. ഇതൊക്കെ നമ്മൾ രാവിലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ ഈസിയാവും. ഇനിയിപ്പോൾ ഈ ചെമ്മീൻ ഒന്ന് ചതച്ചെടുക്കണം. ഇത് കുറച്ച് ചെറിയ ചെമ്മീനാണ്, കുറച്ചും കൂടെ വലിപ്പമുള്ള ചെമ്മീനാണെങ്കിൽ ഒന്നും കൂടെ നന്നാവും. ടേസ്റ്റ് ഒക്കെ ഒരേപോലെ ആയിരിക്കും. കുറച്ചും കൂടെ വലുതാണെങ്കിൽ കാണാൻ ഒന്നും കൂടെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനൊരു ടീസ്പൂൺ ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കൈവച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അത് അരമണിക്കൂറോ 1 മണിക്കൂറോ. ഇപ്പോൾ നമ്മൾ രാവിലെ നോമ്പിനാകുമ്പോൾ രാവിലെ ഞാൻ എല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ വൈകുന്നേരം വന്നിട്ട് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാമല്ലോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കട്ടോ. അത് നമ്മൾ പിന്നെ പഴംപൊരിയൊക്കെ മുക്കി പൊരിക്കണ പോലെ മാവിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പഴമൊക്കെ പൊരിക്കുമ്പോൾ ഉള്ള ഒരു ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു തിക്നെസ്സിൽ മാവ് റെഡിയാക്കി വെക്കാം. ബാറ്റർ അവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ പാൻ കേക്ക് ഉണ്ടാക്കാം. പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 സവാള ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ പാൻ കേക്കിന് ഫില്ലിങ് റെഡിയാക്കാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് വരുന്ന സമയം കൊണ്ട് പാൻ കേക്കിനുള്ള ബാറ്ററും കൂടെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. 250 ml കപ്പിൽ 1 കപ്പ് മൈദ, ഇത് ഹാഫ് കപ്പ് ആയതുകൊണ്ടാണ് 2 കപ്പ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 എഗ്ഗും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ബാറ്റർ തയ്യാറാക്കി വെക്കാം. സമയം കൊണ്ട് സവാളൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് 2 3 ചേർത്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഈ മസാല നമുക്ക് ഏത് രീതിയിലും ഉണ്ടാക്കട്ടെ. നമുക്ക് ഇഷ്ടമുള്ള ഏത് മസാലക്കൂട്ടും ഈ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുക. ഷവർമൻ്റെ മസാലക്കൂട്ട് മയോണൈസൊക്കെ ചേർത്തിട്ടുള്ളതുണ്ടല്ലോ, അതും സോസ് ചേർത്തിട്ടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇനി ഒരു സ്മോക്കി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്മോക്ക് ചെയ്തെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു നോർമൽ മസാല, നമ്മൾ സമൂസക്കും കട്ട്ലറ്റിനും ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു നോർമൽ മസാലയാണ് ചെയ്യണത്. അപ്പം നമ്മൾ സവാളൊക്കെ നല്ലോണം വഴണ്ട് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ ദോശ ഓരോന്നായി ഉണ്ടാക്കിയെടുക്കുക. ഒരു പാനിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്താലും മതി കേട്ടോ. ഈ ഒരു സൈസിലുള്ള 6 പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് വലുപ്പം ഉണ്ടായിക്കോട്ടെ, നമുക്കിത് ഫോൾഡ് ചെയ്ത് എടുക്കാനുള്ളതല്ലേ. ഇനി ഒരു 2 എഗ്ഗ് എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലേക്ക് പകരം ഒറിഗാനോ ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലേക്സിന് പകരം കുരുമുളക് ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് അനുസരിച്ച് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് ഫോൾഡ് ചെയ്തിട്ടുള്ള പാൻ കേക്ക് ഈ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുക. പാൻ കേക്ക് ഒന്ന് എഗ് വാഷ് ചെയ്തെടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇനി നമ്മൾ ഈ പാൻ കേക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു കട്ട് ഇട്ട് കൊടുക്കണം. കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ കട്ടർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
ഇനി ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് ഇങ്ങനെ പരത്തി പരത്തി അധികം കനത്തിൽ വെച്ച് കൊടുക്കണ്ട, നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കാനുള്ളതല്ലേ. ഇതുപോലെ ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. സൈഡിലൊന്നും ആവാതെ തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ കോണാക്കിയിട്ട് നമ്മൾ സമൂസൻ്റെ കോണ് പോലെ കോണോട് കോണിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. പിന്നെ ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് ഫില്ലാവും. നമ്മൾ 3 ആളും കൂടെ ഒറ്റ ഒന്നാണ് കേട്ടോ കഴിച്ചത്. കാക്കമാരുടെ വീടൊക്കെ ഇവിടെ അടുത്താണ്, മൂത്തച്ഛന്മാരുടെ വീട്. അപ്പോൾ അവർക്കും കൂടി ഇന്ന് സ്നാക്സ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഈ സൈഡൊക്കെ അതൊക്കെ നമുക്കൊന്ന് നല്ലോണം കൈവച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അവിടെയൊക്കെ നമ്മൾ എഗ്ഗ് വാഷ് ചെയ്തെടുത്ത കാരണം നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പം ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നിന്നോളും. ഉണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ. ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കസ്റ്റാർഡ് മിക്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും അതിലേക്കൊരു നേന്ത്രപ്പഴം ഹാഫ് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, കിവി എടുത്തിട്ടുണ്ട്, പിന്നെ അനാറും ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ജ്യൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. സ്നാക്സ് ഒക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഡീപ് ഫ്രൈ ആക്കണില്ല, ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുത്താൽ മതി. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടക്കൂട്ട് ഉണ്ടല്ലോ, അതിൽ മുക്കിയിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണെന്ന് തോന്നുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലൊരു കളറിൽ മൊരിയിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ മറ്റേ സൈഡും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം മൊരിയിച്ചെടുക്കുക. ഇത് നമ്മൾ രാവിലെ തന്നെ മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇഫ്താറിൻ്റെ സമയത്ത് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഫില്ലിംഗ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇഫ്താറിൻ്റെ സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഇത്. 4 എണ്ണത്തിനുള്ള ഫില്ലിംഗ് ആണ് ഉണ്ടായിരുന്നത്. 6 പാൻ കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 ഉണ്ടാക്കിയത്. കുറച്ചും കൂടെ ഫില്ലിങ് കനം കുറയ്ക്കുകയാണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ ഉണ്ടാക്കുക. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കട്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കഴിക്കാനും നമുക്ക് ഈസിയാണ്, കാണാനും ഭംഗിയായിരിക്കും. ഈ ചെമ്മീൻ്റെ സ്നാക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ചെമ്മീൻ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. രാവിലെ അത് സെറ്റാക്കി വെച്ചാൽ ഇഫ്താറിൻ്റെ സമയത്ത് ഈസി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ അതിൻ്റെ സൗണ്ടിനൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ല കോൾഡ് ചുമയൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ടിന് നല്ല വ്യത്യാസമുള്ളത്. വീഡിയോ കുറേ ദിവസമായിരിക്കണം എടുത്ത് വെച്ചിട്ട്, എഡിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റാത്ത കാരണമാണ് വൈകി പോണത്. നോമ്പും നല്ല ചൂടും അല്ലേ, അപ്പോൾ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക. സ്നാക്സൊക്കെ ഉണ്ടാക്കാതിരിക്കണം ഏറ്റവും നല്ലത്. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കലുള്ളൂ. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന ദിവസമാണ് വീഡിയോ എടുക്കുന്നത്. അതിപ്പോൾ 2-3 ദിവസം മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ കുട്ടികൾക്കാണെങ്കിലും സ്നാക്സ് കണ്ടാലാവുമല്ലോ, അത് കഴിക്കാനാവും കൂടുതൽ ഇഷ്ടം. നെച്ചൂർ എപ്പോഴെങ്കിലും താല്പര്യമുള്ള ദിവസം ഉണ്ടാക്കി കൊടുക്കും. എന്നും ഇതേപോലെ ആർഭാടാക്കിയിട്ടുള്ള നോമ്പുതുറ ഒന്നല്ല, വളരെ സിമ്പിളായിട്ടുള്ള നോമ്പുതുറയാണ് നമ്മളത്. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി ടേബിളിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.